ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ 48 സീറ്റിൽ BJP അനിഷേധ്യമായി ലീഡ് ചെയ്യുകയാണ്. തകർക്കാൻ കഴിയാത്ത ആധികാരികമായ മുന്നേറ്റം BJP നേടിക്കഴിഞ്ഞു. 22 സീറ്റിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഇനി ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചറിവ് സാധ്യമാണോ എന്ന് പറയാൻ കഴിയാത്ത വിധം ആം ആദ്മി പാർട്ടി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നു. മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മനീഷ് സിസോദിയയും ഒപ്പം അരവിന്ദ് കെജ്രിവാളും പിന്നിൽ നിൽക്കുന്നതാണ്. ധനസുമോദ് ഡൽഹിയിൽ ചേർന്നു. ധനസുമോദ്, കെജ്രിവാളും തോറ്റു, പാർട്ടിയും തോറ്റു. ക്ഷമിക്കണം, ഞാൻ സുമോദിലേക്ക് വരാം. ഏറ്റവും അവസാനത്തെ ഫലസൂചനകൾ പ്രകാരം അരവിന്ദ് കെജ്രിവാൾ 1844 വോട്ടുകൾക്ക് പിന്നിലാണ്. BJPയുടെ പർവേഷ് സിംഗ് ആണ് ഈ 1844 വോട്ടുകൾക്ക് മുന്നിൽ അവിടെ നിൽക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിത് 3503 വോട്ടുകൾക്കാണ് 3503 വോട്ടുകൾ മാത്രമാണ് ആകെ അവിടെ നേടിയത്. അപ്പോൾ കോൺഗ്രസിന്റെ കടന്നുകയറ്റം ഏതെങ്കിലും നിലയ്ക്ക് ആം ആദ്മി പാർട്ടിയെ വലിയ പരാജയത്തിലേക്ക് തള്ളിയിട്ടു എന്ന് പറയാൻ ഇപ്പോഴത്തെ കണക്കുകൾ കൊണ്ട് കഴിയുന്നതല്ല. ആം ആദ്മി പാർട്ടി വലിയ തോൽവി ഏറ്റുവാങ്ങിയ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെയും വലിയ ലീഡ് BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് കാണുക. ഇപ്പോൾ മുസ്തഫാബാദ് എന്ന് പറയുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ പോലും BJP വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. അപ്പോൾ BJP കഴിഞ്ഞ ഒരു 27 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ലീഡ് നേടാത്ത മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ BJP വലിയ കൂറ്റൻ മുന്നേറ്റം ഉണ്ടാക്കിയത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധികൾ പല ആളുകളും ലീഡ് ചെയ്യുന്നത് 500-ൽ താഴെ വോട്ടുകൾക്കാണ് എന്നതും ഇതിൻ്റെ എടുത്തു പറയേണ്ടതാണ്. ആം ആദ്മി പാർട്ടി ദുർബലമായ ഒരു സ്ഥിതിയുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യതയോടെ മടങ്ങി വരുമെന്ന് പ്രഖ്യാപിച്ച ആൾക്ക് ഇപ്പോൾ ആവട്ടെ പരാജയത്തിന്റെ അടുത്തേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നതിന്റെ കാഴ്ച കാണുന്നു. 13-ൽ 10 റൗണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം 1844 വോട്ടിന് പിന്നിലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പറയുകയാണ്. അരവിന്ദ് കെജ്രിവാൾ തോറ്റുപോവുകയാണോ? അരുൺ, നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും വലിയ ഒരു പരാജയം നിങ്ങൾ എങ്ങനെ താങ്ങും?